ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സബ്ജക്ട്സ് ആണ് സംസാരിക്കാനുള്ളത്. ഒന്ന്, ടിനി ടോമിന്റെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത സഫ്നയുടെ വീഡിയോയുടെ അപ്ഡേറ്റ്. സഫ്ന ആരാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് പുള്ളിക്കാരത്തി. ഓക്കെ, എല്ലാവരുടെയും ക്രഷ് അടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരത്തി ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകളാണ് പുറത്തോട്ട് വന്നിട്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ പുറകിലുള്ള സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം ടിനി ടോമിന്റെ മകന്റെ കേസിലോട്ട് വരാം. ടിനി ടോമിന്റെ മകൻ ആദം, ഈ ചെറുക്കനെ കഞ്ചാവ് കേസിൽ പോലീസ് പൊക്കിയിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്, 4 ഗ്രാം. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 കൊല്ലം മുമ്പുള്ള ടിനി ടോമിന്റെ വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം തന്റെ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സിന്റെ ഉപയോഗം വളരെ കൂടുതലാണെന്ന് പൊതുവേദിയിൽ പച്ചയ്ക്ക് വന്ന് പറഞ്ഞ ടിനി ടോമിന്റെ മകൻ ഉൾപ്പെടെയുള്ള 4 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എല്ലാ മീഡിയാസിലും വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ വാർത്ത ഞാനൊന്ന് വെക്കാം. നടൻ ടിനി ടോമിന്റെ മകനെതിരെ കഞ്ചാവ് കേസ്. ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തത്. 4 ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. സോറി, ഞാൻ നേരത്തെ 4 എന്നാണ് പറഞ്ഞത്. 3 പേരെയാണ് കേട്ടോ പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി, അതായത് ഏകദേശം 8:45 കൂടി തന്നെ തൃപ്പൂണിത്തുറയിലെ അമ്പലമുകളിനടുത്ത് ഇരുമ്പലത്ത് നിന്നുമാണ് ഇവരെ 3 പേരെയും ഹിൽ പാലസ് പോലീസ് പിടികൂടുന്നത്. ഹിൽ പാലസ് പോലീസ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ സംശയാസ്പദമായ ഈ സ്ഥലത്ത് 3 പേരെയും കാണുകയുണ്ടായി. തുടർന്ന് ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 പേർ എന്തോ സംശയാസ്പദമായ രീതിയിൽ ഇവിടെ നിൽക്കുന്നത്, എന്തോ പരിമിതമായ രീതിയിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്നൊരു സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടുന്നത്. ഏകദേശം 4 ഗ്രാമോളം കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്നാണ്, 3 പേരുണ്ടായിരുന്നു, അതിനകത്ത് ഒരാളുടെ പോക്കറ്റിൽ നിന്നാണ്. ടിനി ടോമിന്റെ മകൻ ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് പ്രതികൾ എന്നത് കാർത്തിക്, അമിത് ജോർജ് എന്നിവരാണ്. ഈ 3 പ്രതികൾക്കും 20, 21 ഈ വയസ്സിനിടെയാണ് പ്രായം. ഏതായാലും 4 ഗ്രാം മാത്രമുള്ളതിനാൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ച് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ രാത്രികാല പെട്രോളിംഗിനിടെയാണ് ഇവരെ 3 പേരെയും 4 ഗ്രാം കഞ്ചാവും. ഇവരിൽ ഒരാളിൽ നിന്നല്ലേ ഈ കഞ്ചാവ് പിടിച്ചത്? മറ്റുള്ളവരും ഉപയോഗിച്ചിരുന്നോ? അക്കാര്യത്തിലും മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി യാതൊരു തരത്തിലുള്ള വിവരം ഉണ്ടായിരുന്നില്ല. ഇവരിൽ ഒരാളുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും നടത്തിയ പരിശോധനയിലാണ് സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച ഈ 4 ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവിന്റെ ചെടിയുടെ മറ്റ് അംശങ്ങളും ഒക്കെയാണ് പിടികൂടിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇവര് കഞ്ചാവ് ഉപയോഗിച്ചില്ല, ഇനി ഉപയോഗിക്കാനായി തയ്യാറെടുക്കുകയായിരുന്നോ എന്ന കാര്യത്തിലും ഒന്നും സ്ഥിരീകരണമില്ല. എന്തായാലും കഞ്ചാവ് കൈവശം വെച്ചതിനാണ് ഈ 3 പേരെയും പോലീസ് പിടികൂടിയത്. രതീഷ്, ഒന്ന്, കഞ്ചാവ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഉപയോഗിച്ചിട്ടില്ല, കൈവശം വെച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൈവശം വെക്കുന്നത് പിന്നെ കണ്ടോണ്ടിരിക്കാനല്ലോ, സാധനം ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണമല്ലോ കൈവശം വെച്ചേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ടിനി ടോമിന്റെ മകൻ ഇതിനകത്ത് പെട്ടുപോയതാണോ അതോ അവരും ഈ ഒരു ഗ്യാങ്ങിൽ തന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വേടനൊക്കെ പറയുന്ന പോലെ സിന്തറ്റിക് അല്ല, നാച്ചുറൽ സാധനമാണ് യൂസ് ചെയ്യുന്നത്. കഞ്ചാവാണ്, നോട്ട് എ ബിഗ് ഡീൽ. കഞ്ചാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അപരാധികൾ നമ്മുടെ നാട്ടിലുണ്ട്. ചിലപ്പം അവർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുമായിരിക്കും. കഞ്ചാവല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവന്മാരുടെ കൂട്ടത്തിൽ ഈ പയ്യൻ പെട്ടുപോയതാണോ ഇല്ലെന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. അതിനൊരു വ്യക്തത അവർ തന്നെയാണ് വരുത്തേണ്ടത്. ടിനി ടോം എന്ത് ചെയ്താലും ട്രോള് മേടിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ്. തന്റെ മകനെ കഞ്ചാവ് കേസിൽ പൊക്കിയ സമയത്തും ഇപ്പം കമന്റ് സെക്ഷനിൽ പഴി മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്നത് ടിനി ടോം ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കൊല്ലം മുമ്പ് ഇദ്ദേഹം നടത്തിയ ഒരു സ്പീച്ചിനകത്ത് പറയുന്നത് തന്റെ മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടത്തില്ല. കാരണം സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര ഒരു അച്ഛന്റെ കൺസേൺ ആ ഒരു സ്പീച്ചിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടില്ല എന്നുള്ള തരത്തിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്പീച്ച് ഒന്ന് വെക്കാം. മലയാള സിനിമയിലെ താരങ്ങളെ ലഹരി ബന്ധം സ്ഥിരീകരിച്ച നടൻ ടിനി ടോം മകന് സിനിമയിൽ അവസരം ലഭിച്ചുവെങ്കിലും ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ഭയം മൂലം വേണ്ടെന്ന് വെച്ചുവെന്ന് ടിനി ടോം ആലപ്പുഴയിൽ പറഞ്ഞു. കേരള സർവകലാശാല കലോത്സവ ഉദ്ഘാടന വേദിയിലാണ് ടിനി ടോമിന്റെ വെളിപ്പെടുത്തൽ. ലഹരിക്ക് അടിമയായ നടനെ അടുത്തിടെ കണ്ടതിനെക്കുറിച്ചും ടിനി ടോം വിശദീകരിച്ചു. തുടർച്ചയായ ലഹരി ഉപയോഗത്തിൽ നടന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങി. സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ടിനി ടോം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം, എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം, മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതല്ല, അവർ വിട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ VC പറഞ്ഞതുപോലെ ഒരു വലിയ അപകടമാണ്. ഇപ്പോൾ ഇന്ന്
എൻ്റെ മൊഴിയെടുക്കുമെന്നും പറഞ്ഞിട്ട് ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. കല നമ്മുടെ ലഹരിയായി മാറട്ടെ. സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത്. അത് കൺമുന്നിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ടിനി ടോം. കാര്യം കൂടെയുള്ള പല ടീംസും ഇത് അടിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും അഭിനയിക്കാൻ തന്നെ വരുന്നത്. ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തിക്ക് എന്താണെങ്കിലും തന്റെ മകൻ സിനിമയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാവും. അത് അയാൾ അന്ന് ആ വേദിയിൽ തുറന്നു പറഞ്ഞു. പിന്നെ പുള്ളിക്കാരന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്ത് പറഞ്ഞാലും അത് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അന്ന് പറഞ്ഞ കാര്യം നാണ്ട് ഇപ്പൊ തിരിച്ചടിച്ചു. മകനെ കഞ്ചാവ് കേസിൽ പൊക്കി. ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മാരക കളിയാക്കലാണ് ഇദ്ദേഹത്തിന് വരുന്നത്. ഒന്ന് രണ്ട് കമന്റ് ഞാൻ വായിക്കാം. മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ കഞ്ചാവായി പോകുമെന്ന് പറഞ്ഞ് പൊത്തി വളർത്തിയ മുതലാണ് ഒരു കമന്റ്. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാ. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മകനെ സൂക്ഷിച്ച് വളർത്തി എന്ന് പറഞ്ഞിട്ട് ഒടുക്കം ഇങ്ങനെയായോ? അപ്പനെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്, ഇങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതം. ഇവിടെ ആരുമില്ല ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. ഈ രീതിയിലുള്ള കളിയാക്കൽ കമന്റ്സ് ആണ് കൂടുതലും വരുന്നത്. അന്ന് വലിയ കാര്യത്തെ പറഞ്ഞതാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള തരത്തിൽ. ഇയാളെ കളിയാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനൊക്കെ വളർത്തിയാലും വഴിതെറ്റേണ്ട ടീംസ് ആണെങ്കിൽ വഴിതെറ്റി തന്നെ പോകും. പിള്ളേരെ 24 മണിക്കൂറും പുറകെ നടന്ന് മോണിറ്റർ ചെയ്യാൻ ഒരു പേരൻസിനും പറ്റത്തില്ല. വീട്ടിൽ അടച്ചിട്ട് വളർത്താനും പറ്റത്തില്ല വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞ് വഴിതെറ്റേണ്ട ടീംസ് ആണെങ്കിൽ ഏതൊക്കെ രീതിയിലാണെങ്കിലും വഴിതെറ്റി തന്നെ പോകും. ഈ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ, ഈ ടിനി ടോമിന്റെ മകൻ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടിനി ടോമിന് ഒരു കാര്യം ശ്രദ്ധിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ ബിഹേവിയർ എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ടിനി ടോം. അതുകൊണ്ട് തന്നെ തന്റെ മകൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവന്റെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ബിഹേവിയറിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും പലതരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് കണ്ട് ശീലമുള്ള ഒരാൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചൊന്ന് പറയണം കേട്ടോ. പിന്നെ ഈ വാർത്തയിൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടാനുണ്ട്. ഈ പയ്യൻ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്നാണോ ഇത് പിടിച്ചത്, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ട്. എന്താണെങ്കിലും ടിനി ടോമിന് നല്ലൊരു പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പുള്ളി വലിയ ജോളിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്, വേറെ പാട്ടൊക്കെ പാടുന്നത് അടക്കം ഡാൻസ് കളിക്കുന്നതൊക്കെ ആയിട്ട്. ഇന്നലെയാണ് പൊക്കിയത്. 4 hours മുമ്പേയും സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇതാണ് ടിനി ടോമിന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഇനി അടുത്തൊരു ടോപ്പിക്ക് സഫ്നയെ പറ്റിയാണ്. സഫ്നെ അറിയാമായിരിക്കുമല്ലോ, കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായ വ്യക്തിയാണ്. ഒരുത്തനെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ച് റൂമിലോട്ട് വിളിച്ചു വരുത്തി അവനെ കൂട്ടുകാരെ കൊണ്ട് ഇടിപ്പിച്ച് ഗുരുതര പരിക്ക് പറ്റിച്ച് ഹോസ്പിറ്റലിലാക്കി. അങ്ങനെ ആ കേസിൽ അകത്തായ കക്ഷിയാണ് സഫ്ന. ഈ ഇടികൊണ്ട വ്യക്തിക്ക് സംസാരിക്കാനും കേൾവിശക്തി ഇല്ലാത്ത വ്യക്തി കൂടിയാണ്. അപ്പൊ കേസിൽ ഒന്നും കൂടെ ബലം കൂടും. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടെ പൊക്കിയിട്ടുള്ള ബാക്കി 3 പേര്, അതിനകത്ത് ഒരുത്തൻ അമൽ ദേവ് എന്ന് പറയുന്നത്, അവനാണ് ഇവിടെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ഇവള് പല ആൾക്കാരെടുത്തും പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു. ഇവളെ പൊക്കിയതിനു ശേഷം ഇവളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള അല്ലെങ്കിൽ ഇവളെ അറിയാവുന്ന പിള്ളേർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇവള് നമ്മുടെ അടുത്ത് പറഞ്ഞത് അയാള് ഈ അമൽദേവ് എന്ന് പറയുന്നത് ഇവിടെ ഹസ്ബൻഡ് ആണ് എന്നുള്ള തരത്തിലാണ്. ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇവളെ അറിയാവുന്ന മറ്റൊരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് അവൻ ഇവള് പറഞ്ഞു നടക്കുന്നതെങ്കിലും അവനല്ല ഇവിടെ ശരിക്കുമുള്ള ഹസ്ബൻഡ്, അത് വേറൊരു ബസ് ഡ്രൈവറാണ്. ഇവിടെ കയ്യിലിരിപ്പ് കാരണം ഇവളെ അടിച്ച് പുറത്താക്കി വിട്ടേക്കാണ്. ഇവിടെ ശരിക്കുള്ള ഹസ്ബൻഡ് അവനല്ല എന്നാണ്. ഇവർക്ക് അന്നേരം എത്ര ഹസ്ബൻഡ് ഉണ്ടേ? എന്തൊക്കെ പറഞ്ഞാൽ ഇവള് വളരെ നല്ല ഒരു കുഞ്ഞാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ പുറത്തു വരുന്ന വേറൊരു വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള തരത്തിലാണ്. ക്രഷ് അടിച്ച് എന്ന് പറഞ്ഞവർ ഒന്ന് മാറിയിരുന്നു, ഇത് ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇവള് ട്രാൻസ്ജെൻഡർ അല്ല ഗൈസ്, ഇവള് സ്ത്രീ തന്നെയാണ്. ഇവള് ട്രാൻസ്ജെൻഡർ ഒന്നുമല്ല. ഈ വാർത്തയ്ക്ക് ആരാണ് അടിച്ചിറക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൂടാതെ പ്രതികൾക്കെതിരെ കാപ്പയും കൂടെ ചുമത്തിയിട്ടുണ്ട്. നല്ല കാര്യം. ആൻഡ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി അധികം അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതിനെപ്പറ്റി കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ എടുത്ത് പറയുന്നത്. എല്ലാ ന്യൂസ് ചാനൽസും കൊടുത്തിരിക്കുന്നത് ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ പോലീസ് പറയുന്നത് ഇതിനകത്തൊരു ഹണി ട്രാപ്പ് എലമെന്റ് ഇല്ല എന്നുള്ളതാണ്. പോലീസ് പറയുന്ന ഭാഗം ഞാനത് ആദ്യം വെക്കാം. താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഉപദ്രവിച്ചുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 4 പേര് അറസ്റ്റഡാണ്. 308 പോലുള്ള വകുപ്പ്. പോലീസ് പറയുന്നത് 308 പോലുള്ള വകുപ്പുകളാണെന്നാണ്. എന്നാൽ 308 ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ ഞാൻ പറയാം, ബാക്കി അതിന് മുമ്പ് കേക്ക്. ഹണി ട്രാപ്പിന്റെ എലമെന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ചാറ്റിങ് ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ എന്തുകൊണ്ട് ഇതുവരെ ഇപ്പോൾ അത് പ്ലാൻഡ് ആണ്.
പോലീസ് വ്യക്തമായി പറയുന്നുണ്ട് ഇതിനകത്ത് ഹണി ട്രാപ്പിന്റെ എലമെന്റ് ഇല്ല എന്ന്. അപ്പം ഹണി ട്രാപ്പിന്റെ എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ 308 ഒക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹണി ട്രാപ്പിന്റെ എലമെന്റ് ഇല്ലാത്ത പക്ഷം 308 ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നുള്ള വകുപ്പ് 127 സെക്ഷൻ 2, 351, 118, 110, 189, പിന്നെ 92A എന്ന് പറയുന്നത് മറ്റേ ഈ പയ്യന് ഡിസേബിലിറ്റീസ് ഉള്ളതാണല്ലോ, അതിന്റെ വകുപ്പുകളാണ്. ഇപ്പൊ ഈ ആഡ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഭീഷണിപ്പെടുത്തുക, ഉപദ്രവിക്കുക, കൊല്ലാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെയാണ്. അല്ലാതെ ഈ ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട 308 അല്ലെങ്കിൽ അവന്റെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്ന തരത്തിലുള്ള പണം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു കേസിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ന്യൂസ് ചാനൽസ് ഇന്നലെ ഇവരുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ പറയുന്ന വേറൊരു കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ നോക്കാം. ആ ചാറ്റും കൂടെ എടുത്തൊന്ന് കാണിച്ചു കൊടുക്ക്, അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടുകാരും കൂടെ അറിയട്ടെ എന്നുള്ള തരത്തിൽ ഒരുത്തരം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെയാണ് എനിക്ക് ഇതിനകത്ത് വേറൊരു സംശയം തോന്നുന്നത്. ഒന്ന്, ഇതിനകത്ത് ഒരു ഹണി ട്രാപ്പ് എലമെന്റ് ഇല്ല, ന്യൂസുകാർ വെറുതെ അടിച്ച് ഇറക്കിയതാണ്. 2, ഇതിനകത്ത് ന്യൂസ് വന്നത് എങ്ങനെയാണ്? മുറിയിലോട്ട് വിളിച്ചു വരുത്തി സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു, സെക്സ് ചെയ്യാതെ വന്നപ്പോൾ അവനെ മർദ്ദിച്ചു. ഇതാണ് ന്യൂസിനകത്ത് വന്ന ഒരു സ്റ്റോറി ലൈൻ. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ സംസാരശേഷി ഇല്ലാത്ത, ചെവി കേൾക്കാത്ത ഇവൻ അത്ര വെടുപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവൻ കളിക്കാൻ വേണ്ടി തന്നെയാണ് കൊല്ലത്തുനിന്ന് എറണാകുളത്ത് ചെന്നേക്കുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ റൂമിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് വിളിച്ചപ്പോഴേ ഓടിത്തള്ളി ചെന്ന് കയറിയത്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇവൻ നിരന്തരമായിട്ട് ചിലപ്പോൾ ഈ പെണ്ണിനെ ശല്യം ചെയ്യുന്നുണ്ടാവും. ഇവന്റെ ഈ ഒരു ശല്യം കാരണം ഇവിടെ കൂടുള്ള ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നവൻ ഇവിടെ ഫോൺ മേടിച്ചിട്ട് ചാറ്റ് ചെയ്യുന്നു, മറ്റവനെ നല്ല രീതിയിൽ അങ്ങോട്ട് സൂഹിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ അവന്റെ രതിമൂർച്ചയുടെ അറ്റത്തെത്തിയ സമയത്ത് അവനെ എറണാകുളത്തോട്ട് വിളിച്ചു വരുത്തുന്നു. ഇടാ ഇന്ന റൂമിലോട്ട് വാ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. റൂമിൽ ചെന്ന സമയത്ത് ഇവളും ഇവിടെ ഫ്രണ്ട്സുമാണ് അവിടെ ഉള്ളത്. അവിടെ ചെന്നപ്പം ഇത് മനസ്സിലായി ഇവന്മാരെ ട്രാപ്പ് ചെയ്തതാണെന്ന്. ഇത്രയും കാര്യങ്ങൾ പോലീസും പറയുന്നുണ്ട്. മറ്റവൻ ചാറ്റ് ചെയ്ത് ഇവനെ വിളിച്ചു വരുത്തി എന്നുള്ളത്. ഇവൻ എന്തിനാണ് ചാടിത്തുള്ളി വന്നത്? കിട്ടിയാലൊരു കളി, ഈ ഒരു സെറ്റപ്പിലാണ് വന്നത്. ഇവൻ റൂമിലോട്ട് വന്ന സമയത്ത് മറ്റവന്മാര് റൂം അടച്ചിട്ട് പറയുമായിരിക്കും, നീ കളിക്കാനല്ലേ വന്നത്, കളിക്കടാ, നീ കളിക്ക്, നിനക്ക് അതില്ലേ വേണ്ടത്, നീ ചെയ്, ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് തൊടറാ, അവനെ തൊടറാ, ധൈര്യം ഉണ്ടോ തൊടറാ, ഇങ്ങനെ പറയത്തില്ലേ? മേ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഇവന്മാര് ഇവനെ അടിക്കുന്നത്. ഈ അറസ്റ്റിലായ ഇവന്മാരൊക്കെ ഗുണ്ടകളാണ്. ഇവന്മാർ മുമ്പും പല കേസിൽ അറസ്റ്റിലായിട്ടുള്ളവന്മാരാണ്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവന്മാരാണ്, നല്ല രീതിയിൽ ഈ പയ്യനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇത് കേസാവുന്നത്. കേസായ സമയത്ത് ഈ പയ്യന്റെ മൊഴി എടുക്കുന്നു പോലീസ്. എങ്ങനെയാണ് മൊഴി പോലീസ് എടുക്കുന്നത്? ഇവന് സംസാരിക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഒരു ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടു കൂടിയാണ് ഇവന്റെ മൊഴി എടുക്കുന്നത്. അപ്പം ഇവൻ ആ ട്രാൻസ്ലേറ്ററിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇവന്റെ മൊഴിയായിട്ട് പോലീസ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവൻ റൂമിലോട്ട് വന്ന സമയത്ത് ലവൻ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും ട്രാൻസ്ലേറ്ററിന്റെ അടുത്ത് പറഞ്ഞത്. എന്ത്, അവളെ നിനക്ക് വേണോ, ചെയ്യടാ എങ്കിൽ ചെയ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം ട്രാൻസ്ലേറ്ററിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ട്രാൻസ്ലേറ്റർ പോലീസിന്റെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു, ചെയ്യാതെ വന്നപ്പോൾ തല്ലി. സ്റ്റോറി മാറിയത് കണ്ടോ? നമ്മൾ ഒരാളടുത്ത് പറയുന്ന കാര്യം മറ്റൊരാളടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടിട്ടുള്ളതാണ് അതെങ്ങനെ ട്വിസ്റ്റ് ആയി പോകുന്നതെന്ന്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതായിരിക്കണം അവിടെ എക്സാക്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ന്യൂസുകാർ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ചതാവാം. ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ ന്യൂസ് കേട്ടിട്ട്. ഇത് കുറച്ചുകൂടെ ആധികാരികമായി ചിന്തിച്ച സമയത്താണ് ഇങ്ങനൊരു സാധ്യത ഇതിനകത്ത് ഇല്ലേ എന്ന് മനസ്സിലായത്. ഞാൻ ഒരിക്കലും ഇവളെയോ അവന്മാരെയോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയും ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നിയതിന്റെ പേരിലാണ് ഞാനതൊന്ന് പറയുന്നത്. ഇവന്മാരും ഇവളും 100% സർട്ടിഫൈഡ് 916 അപരാധികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അകത്ത് കിടക്കേണ്ട മുതലുകൾ തന്നെയാണ്. കാപ്പയല്ല, ഇനി അതിനേക്കാളും വലിയ സെക്ഷൻ ഇവിടെ പേരിലിട്ട് കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഒരു തെറ്റുമില്ല. കാര്യം ഇവള് സർട്ടിഫൈഡ് അലവലാതി തന്നെയാണ്. അപ്പം ഇങ്ങനൊരു സാധ്യതയും ഈ ഒരു കേസിലുണ്ട് ഗൈസ്. അതും കൂടെ ഒന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഈ കാര്യം കൂടെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ണന്റെ ടാറ്റു വെച്ച് നാട്ടുകാരെല്ലാം കൂടെ ഇവന്റെ പ്രൊഫൈൽ അടക്കം, ഇവന്റെ ഒറിജിനൽ ഫോട്ടോ അടക്കം പൊക്കി. അണ്ണൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അണ്ണന്റെ ഡാൻസും അണ്ണന്റെ വയറിട്ടാട്ടലും അണ്ണന്റെ മസിൽസും എല്ലാം ഇപ്പോൾ വൈറലാണ്. ഞാൻ എന്തായാലും ഇതിനകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഫോട്ടോസ് ഒന്നും എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആ ഫോട്ടോസ് ഇനി ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടാൽ മതി. ഞാൻ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു പുള്ളി ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ട് തന്നെ ആയിരിക്കണം ആ ഒരു പോഡ്കാസ്റ്റിനകത്ത് വന്നിരുന്നത്. മുഖം കാണിച്ച് തുണ്ടിൽ അഭിനയിക്കുന്നവന്റെ മുഖം നാട്ടുകാർ കണ്ടെന്നും പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവൻ തന്നെ ആ ഒരു പോഡ്കാസ്റ്റിനകത്ത് വലിയ ക്രെഡിറ്റ് ആയിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് മുഖം കാണിച്ച് പോൺസിനകത്ത് അഭിനയിച്ചത് ഞാനാണ് എന്ന്. ഇപ്പൊ എന്താണെങ്കിലും ഒന്നും കൂടെ ഒരു പബ്ലിസിറ്റി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് എവർ, കണ്ടിട്ടില്ലാത്തവർ ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് കിടപ്പുണ്ട് അണ്ണന്റെ ഫോട്ടോയും ഒക്കെ. അപ്പൊ വേറൊന്നും പറയുന്നില്ല ഗൈസ്, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ശരി.